കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അവതരിപ്പിക്കുന്നു വേവ്സ് 2025. 2025 മെയ് 1 മുതൽ 4 വരെ മുംബൈയിൽ നടക്കുന്ന ലോക ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ചിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം. ആനിമേഷൻ, VFX, ഗെയിമിംഗ്, കോമിക്സ്, ഫിലിം മേക്കിംഗ്, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിലൂടെ മികവ് തെളിയിക്കുന്നവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇതിനായുള്ള രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി wavesindia.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കൃഷിയും ഗ്രാമീണ സമൃദ്ധിയും എന്ന വിഷയത്തിലുള്ള ബജറ്റാനന്തര വെബിനാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി അഭിസംബോധന ചെയ്യും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയിൽ ധാരണ. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ കീഴിലുള്ള ഇന്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് തലശ്ശേരിയിൽ നിർവഹിക്കും. കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ISL ഫുട്ബോളിൽ ഒഡീഷ FC മുഹമ്മദൻ FC മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 9 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ന്യൂഡൽഹിയിൽ കൃഷിയും ഗ്രാമീണ സമൃദ്ധിയും എന്ന വിഷയത്തിൽ ബജറ്റാനന്തര വെബിനാറിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യും. 2025 ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനും കേന്ദ്രീകൃത ചർച്ചയിൽ പങ്കാളികളെ ഉൾപ്പെടുത്തുന്നതിനുമാണ് വെബിനാർ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന NXT കോൺക്ലേവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ന്യൂസ് X എന്ന ചാനലും പരിപാടിയിൽ പുറത്തിറക്കും. വ്യത്യസ്ത മേഖലകളിലെ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് ITV നെറ്റ്വർക്ക് ആൻഡ് ഫൌണ്ടേഷനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് മഹാരാഷ്ട്രയിലെ മുംബൈ സന്ദർശിക്കും. മുംബൈയിൽ KPB ഹിന്ദുജ കോളേജ് ഓഫ് കൊമേഴ്സിൽ നടക്കുന്ന വാർഷിക ആഘോഷ പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സൂഫി പാരമ്പര്യം ഇന്ത്യയിൽ വേറിട്ട വ്യക്തിത്വം നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹി സംഘടിപ്പിച്ച സൂഫി സംഗീത പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഏതൊരു രാജ്യത്തിന്റെയും സംസ്കാരം സമ്പന്നമാകുന്നത് പാട്ടുകളിലൂടെയും സംഗീതത്തിലൂടെയുമാണെന്നും ശ്രീ മോദി പറഞ്ഞു. ऐसे मौके देश की कला संस्कृति के लिए तो जरूरी होते ही हैं, इनमें एक सुकून भी मिलता है. जहान-ए खुसरो का ये सिलसिला अपने 25 साल भी पूरे कर रहा. इन 25 वर्षों में इस आयोजन का लोगों के जहन में जगह बना लेना, ये अपने आप में इसकी सबसे बड़ी कामयाबी है. രാജ്യത്തെ ജനങ്ങൾക്ക് റംസാൻ ആശംസകൾ നേരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ വിഭാഗത്തെയും രാജ്യത്ത് അനധികൃതമായി പ്രവേശിക്കാൻ സഹായിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകി. ഈ വിഷയം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്നും അത് കർശനമായി തന്നെ കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, ഡൽഹി ആഭ്യന്തരമന്ത്രി ആശിഷ് സൂദ് എന്നിവരുമായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഉത്തരാഖണ്ഡിൽ ചമോലി ജില്ലയിലെ മന ഗ്രാമത്തിനടുത്തുണ്ടായ ഹിമപാതത്തിൽ കുടുങ്ങിയ 57 തൊഴിലാളികളിൽ 32 പേരെ രക്ഷപ്പെടുത്തി. ITBP, NDRF, SDRF, കരസേനാ സംഘങ്ങൾ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഇന്ത്യൻ വ്യോമസേനയുടെ സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കനത്ത മഞ്ഞുവീഴ്ചയും മോശം കാലാവസ്ഥയും വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പു നൽകി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് 4ാമത് P. പരമേശ്വരൻ സ്മാരക പ്രഭാഷണത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും.
പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര സർക്കാർ 2023 ഒക്ടോബർ 1 ശേഷം ജനിച്ചവർക്കുള്ള പാസ്പോർട്ടിനായി ജനന സർട്ടിഫിക്കറ്റുകൾ മാത്രമേ രേഖയായി സ്വീകരിക്കൂ എന്ന് ഭേദഗതിയിൽ വ്യക്തമാക്കുന്നു. 1980 പാസ്പോർട്ട് നിയമങ്ങളിലാണ് മാറ്റം കൊണ്ടുവന്നത്. മറ്റ് അപേക്ഷകർക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് തുടങ്ങി അംഗീകൃത രേഖ നൽകിയാൽ മതിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം ഊഷ്മളവും ശക്തവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, സാങ്കേതികവിദ്യ, നിക്ഷേപം, സുരക്ഷ, കണക്ടിവിറ്റി തുടങ്ങിയ മേഖലകളുടെ അഭിവൃദ്ധിക്കായി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുമായി മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തന്ത്രപരമായ വിഷയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇരുപക്ഷവും തമ്മിൽ ധാരണയായതായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുടെ പ്രധാന നിക്ഷേപ പങ്കാളിയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി തന്മയ ലാൽ. അർദ്ധചാലകങ്ങളുമായി ബന്ധപ്പെട്ട ധാരണാപത്രം നടപ്പിലാക്കുന്നതിലും വിതരണ ശൃംഖല വർദ്ധിപ്പിക്കുന്നതിലും ഉൾപ്പെടെ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. The concrete progress achieved in the Trade and Technology Council among various technology tracks ranging from artificial intelligence to semiconductors to quantum computing, high performance quantum computing, the connectivity relating to IMEC initiative, the EU's joining of IPOI, Indo-Pacific Ocean Initiative, the push on green hydrogen, furthering of cooperation in the sphere of space cluster. So these are some of the areas that are really taking this strategic partnership forward. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ കീഴിലുള്ള ഇന്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് തലശ്ശേരിയിൽ നിർവഹിക്കും. കേരളത്തിലെ 9 തീരദേശ ജില്ലകളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. താമരശ്ശേരി ചുങ്കം സ്വദേശി മുഹമ്മദ് ഷഹബാസാണ് മരിച്ചത്. പരിക്കേറ്റ ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 5 വിദ്യാർത്ഥികളെ ജുവനൈൽ ബോർഡ് മുമ്പാകെ ഹാജരാക്കി. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഒരു യുവതി കൂടി മരിച്ചു. കോഴിക്കോട് സ്വദേശിനി ജിസ്നയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. രോഗ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് പ്രകൃതി ദുരന്ത ബാധിത വില്ലേജുകളിലെ വായ്പകൾക്ക് മൊറട്ടോറിയം അനുവദിച്ചു. വിവിധ സർക്കാർ കുടിശ്ശികകളിന്മേലുള്ള എല്ലാ റവന്യൂ റിക്കവറി നടപടികൾക്കും മൊറട്ടോറിയം അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചു. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 9 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ഡൽഹി 14.3 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. ISL ഫുട്ബോളിൽ ഒഡീഷ FC മുഹമ്മദൻ SC മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. 30 പോയിന്റോടെ ഒഡീഷ 7ാം സ്ഥാനത്തും 12 പോയിന്റുമായി മുഹമ്മദൻ 13ാം സ്ഥാനത്തുമാണ്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ മത്സരം ഇന്ന് നടക്കും. രാത്രി 7:30-നാണ് മത്സരം. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ മുംബൈ സിറ്റി മോഹൻ ബഗാനെ നേരിടും. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഗ്രൂപ്പ് ബിയിലെ നിർണായക മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഓസ്ട്രേലിയ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു. ഗ്രൂപ്പ് എയിൽ സെമി ഫൈനൽ ഉറപ്പിച്ച ഇന്ത്യയ്ക്കും ന്യൂസിലൻഡിനും ഒപ്പമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ സ്ഥാനം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ഉച്ചയ്ക്ക് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ നേരിടും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭയ്ക്ക് 1ാം ഇന്നിംഗ്സ് ലീഡ്. വിദർഭയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 379 റൺസ് പിന്തുടർന്നിറങ്ങിയ കേരളത്തിന് 342 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. 3ാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ 37 റൺസിന്റെ ലീഡാണ് വിദർഭ നേടിയത്. കേരളത്തിൽ കനത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴയെത്തി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക്.
കേരള വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് സ്ത്രീശക്തി മാധ്യമ ജാഗ്രതാ സമിതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. അപൂർവ ധാതുക്കളുടെ കരാറിൽ ഒപ്പുവയ്ക്കാൻ യുഎസും യുക്രൈനും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയും തമ്മിലുണ്ടായ വാഗ്വാദത്തെ തുടർന്നാണ് ചർച്ച പരാജയപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൃഷിയും ഗ്രാമീണ സമൃദ്ധിയും എന്ന വിഷയത്തിലുള്ള ബജറ്റാനന്തര വെബിനാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി അഭിസംബോധന ചെയ്യും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയിൽ ധാരണ. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ കീഴിലുള്ള ഇന്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് തലശ്ശേരിയിൽ നിർവഹിക്കും. കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ്സി മുഹമ്മദൻ എസ്സി മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 9 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.